പോവുകയാണ്. കോഴിക്കോട് നിന്ന് ടി അനീസലിയാണ് ചേരുന്നത്. അനീസലിയുള്ളത് തളി ക്ഷേത്രത്തിലാണ്. അവിടെയും നല്ല തിരക്കാണ് രാവിലെ. എന്തായാലും തിരുവോണമൊക്കെ കണക്കിലെടുത്തിട്ട് അനീസ, അവിടെ ക്ഷേത്രത്തിൽ നല്ല തിരക്കാണോ? എന്താണ് ഇതിപ്പോൾ തിരുവോണം പ്രമാണിച്ച് എന്തെങ്കിലും സ്പെഷ്യൽ ചടങ്ങുകളോ പരിപാടികളോ എന്തെങ്കിലും ഉണ്ടോ ക്ഷേത്രത്തിൽ? പ്രധാന ചടങ്ങുകളല്ല. ഈ തളി ക്ഷേത്രത്തിൽ തിരുവോണ നാളിൽ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട് സാധാരണഗതിയിൽ. ഇന്ന് രാവിലെ മുതൽ തന്നെ വിശ്വാസികൾ കൂട്ടമായി ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. എനിക്ക് പിന്നിൽ കാണുന്നത് തളി ക്ഷേത്ര ദർശനം കഴിഞ്ഞിറങ്ങിയ വിശ്വാസികളുടെ കൂട്ടമാണ്. ഇവരിപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോഴും പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. ഇവിടെ എത്തുമ്പോൾ പ്രധാനമായും 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നഗരഹൃദയത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ്. അതുപോലെ തന്നെ സാമൂതിരി രാജാക്കന്മാരുടെ കുടുംബക്ഷേത്രമായിരുന്നു. ഇതിന്റെ ചരിത്രത്തിൽ ഇതിന്റെ പ്രാധാന്യവും അതുപോലെ തന്നെ ഇതിന്റെ വാസ്തുവിദ്യയും ഒക്കെ അതിപ്രധാനമാണ്, സവിശേഷതകളുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ദേവനെ കാണുക, തൊഴുക എന്നതിനപ്പുറം ഒരുപാട് പേര് എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് എല്ലാ ആളുകളും ഒരു കൂട്ടായ്മ, അവരുടെ ഒരു സന്തോഷം പങ്കിടാൻ കൂടി ഇവിടെ എത്തുന്നതാണ്. എപ്പോഴെത്തിയതാ? ദർശനം ഭയങ്കര തിരക്കാണ്. ഓണായതുകൊണ്ട് ഭയങ്കര തിരക്കാ. ഇപ്പോഴും തിരിച്ചു പോയിട്ടില്ല. എല്ലാ ആൾക്കാരും വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വരുന്ന ആളുകളൊക്കെ കാണാൻ വേണ്ടി. അതെ, ശരിയാ. എവിടുന്നാ വരുന്നത്? കാലിക്കറ്റ് കൊമ്മേരി. എല്ലാരും കുടുംബാണ്. ഓക്കെ, ഇവരൊരു കുടുംബമായിട്ട് വന്നിട്ടുള്ള ആളുകളാണ്. ഇപ്പോ ഓണം മൂടാണ്. അവിടെ പൊളിയാണ്. നമ്മള് വയൽ ടീമാണ്. എങ്ങനെ വയലോ? വയലുമൽ.com ആണ് നമ്മളെ പേര്. ശരി, വയലുമൽ.com. നിങ്ങൾ ഒരു ക്ലബിന്റെ ആളുകളാ. വലിയ സെറ്റപ്പാണ്. എത്ര മണിക്ക് ഇവിടെ എത്തി? നമ്മളിപ്പോ ഒരു 9:30-10 മണിക്ക്. ദേവനെ കണ്ടോ? ദേവനെ കാണാൻ കയറണം. ഫോട്ടോ എടുത്തിട്ട് പോകാനുള്ള പ്ലാനാണ്. എന്തായാലും അവര് എത്തി. അതിനുശേഷം ക്ഷേത്ര ദർശനം കഴിഞ്ഞ ആളുകളുണ്ട്, കഴിയാത്ത ആളുകളും ഉണ്ട്. അവര് എന്തായാലും വന്ന് ഒരു ഫോട്ടോ ഷൂട്ടിനൊക്കെ തയ്യാറായിട്ട് നിൽക്കുക. ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണല്ലോ 1 മുതൽ. ഓണം എങ്ങനെയുണ്ട്? അടിപൊളി ഓണം. പിന്നെ എപ്പോഴാ എത്തിയേ? തിരക്കുണ്ടായിരുന്നു? നല്ല തിരക്കുണ്ട്. അമ്പലം ഫുള്ള് ക്യൂ ഉണ്ടായിരുന്നു. എല്ലാ ഓണത്തിനും വരാറുണ്ടോ? ഇല്ല. ആദ്യമായിട്ട് വരാണോ? വരാറുണ്ട്. ഇവിടെ ആദ്യമായിട്ടാണ്. ഇവിടെ ആദ്യമായിട്ട് വരും. എവിടെയാ വീട്? മലാപ്പുറം. എന്താ വന്നിട്ട് എങ്ങനെയുണ്ട്? ഓണം മൂടിന് പറ്റിയ നമ്മളുടെ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് വലിയൊരു ക്ഷേത്ര കുളം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ വാസ്തുവിദ്യ വളരെ പ്രധാനമാണ്. ആളുകളെല്ലാവരും ഇപ്പോ ഓണം അടിച്ചു പൊളിക്കുകയാണ് അല്ലേ? പൊളിക്കാണ്. ഓണം വൈബ്. എവിടുന്നാ വരുന്നത്? എല്ലാരും മുങ്ങിയല്ലോ. നീ ഒറ്റക്കായോ? അങ്ങനെ തന്നെയാണോ കൂട്ടുകാര്? അല്ലല്ലേ, ഇന്ന് മാത്രമാണ് ഇത്. ക്യാമറ കണ്ടപ്പോ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പോയി. അങ്ങനെ ചെയ്യാറില്ല എന്നാണ് അവർ പറയുന്നത്. ഏതായാലും എവിടുന്ന് വരിക? കക്കോടി. എപ്പോ എത്തി? ഇന്ന് രാവിലെ ഇതില് എന്തോ എല്ലാരും കൂടെ കൂട്ടായിട്ട് വരുന്നത് കണ്ടിരുന്നു. ആണോ? ഇപ്പൊ എത്തിയിട്ടുള്ളൂ. ദർശനം കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ, ഏതായാലും വലിയ സന്തോഷത്തിലാണ് വിശ്വാസികൾ എല്ലാവരും തന്നെ ഉള്ളത്. ഓണത്തിന് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുക എന്നത് സാധാരണ ആളുകളുടെ ഒരു സന്തോഷം. ഒരു വിശിഷ്ട ദിവസങ്ങളിൽ അവർ ക്ഷേത്രത്തിൽ പോവുക, ദേവനെ കാണുക എന്നതൊക്കെ അവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ ഇന്നിപ്പോൾ തളി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അത് നിങ്ങൾ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണോ? അല്ലേ, അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫോട്ടോ എടുക്കായിരുന്നോ? ശല്യായോ? പ്രയാസമായോ? അല്ല. ഓക്കെ, എവിടുന്നാ നിങ്ങൾ വരുന്നത്? ഇവിടുത്തെ അടുത്ത ആളല്ലേ? എങ്ങനെ ഇവിടെ എല്ലാ ഓണത്തിനും ഒരുപാട് ആളുകൾ? ഇപ്രാവശ്യം കുറച്ച് തിരക്ക് കൂടുതലുണ്ടോ? അതോ അങ്ങനെ പറയാൻ ഉണ്ടല്ലേ? എന്താണ് ഇവിടുത്തെ ആളുകളുടെ ഒക്കെ ഒരു, എന്തുകൊണ്ടാണ് കുറെ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ എത്തുന്നതിന്റെ ഒരു കാരണമായിട്ട് തോന്നുന്നത്? എന്താ അത്? എന്താന്ന് വെച്ചാല് ഇതൊരു ചരിത്രപ്രധാനമായ ഒരു സ്ഥലമായതുകൊണ്ട്, പിന്നെ അതുപോലെ വാസ്തുവിദ്യ ഒരു രഥത്തിന്റെ മാതൃകയിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. പുതിയൊരു ഇത് വന്നുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഇപ്പൊ വരുന്നത്. അതായത് സാമൂതിരി രാജാക്കന്മാരുടെ കുടുംബക്ഷേത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടുന്ന് വരിക? എവിടുന്നാ വരുന്നത്? എല്ലാരും മൈക്ക് ക്യാമറ കണ്ടപ്പോ മാറി. എവിടുന്നാ വരുന്നത്? പന്നേങ്കര തന്നെയാണ് അല്ലേ? ഇവിടെ അടുത്താണ്. എല്ലാ ഓണത്തിനും ഇവിടെ വരുമോ? എല്ലാ ഓണത്തിനും വരുന്നില്ല. ഇല്ല, ഇടക്ക് വരും.
ഇപ്പൊ ക്ഷേത്രദർശനം കഴിഞ്ഞു, ദേവനെ കണ്ടു. എപ്പോഴാ ഇതുവരെ പോവാത്തത് കുറെ പേരും കൂടി വരുന്നുണ്ട്, എല്ലാരും കാണാനുള്ള ഒരു സംഗമ വേദി കൂടിയാണല്ലേ ക്ഷേത്രാങ്കണം എന്ന് പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട ദേവനെ കാണുന്ന ഒരു സ്ഥലം മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട സംഗമ വേദി കൂടിയാണ്. എല്ലാ ആളുകളും ഇങ്ങനെ കൂട്ടമായിട്ട് ഇപ്പൊ നമ്മൾ കാണുമ്പോൾ ഈ ഇങ്ങനെ സെൽഫി എടുക്കുന്ന അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്ന ആളുകളെ നമ്മൾ ഇങ്ങനെ വന്നത് മുതൽ കാണുന്നുണ്ട്. അതിന് പറ്റിയ ഒരു സ്ഥലം കൂടിയാണ്, ഒരു പൊളി വൈബ് അല്ലെ, ഓണം വൈബ് അല്ലേ, ഓണം വൈബ്. പോയി എവിടുന്നാ വരുന്നത്? കക്കോടി. കുറെ പേര് ഞാൻ ചോദിച്ച കുറെ പേര് കക്കോടിന്നാണല്ലോ. കക്കോടിയിൽ നിന്ന് വന്ന കുറെ പേരെ കണ്ടു. ഏതായാലും ഇന്നിപ്പോ എല്ലാ ആളുകളും വളരെ സന്തോഷത്തിലാണ്. ഓണത്തിന് ഇനിയിപ്പോൾ ഉള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സദ്യയാണ്. സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ. ഇനി എന്താ പരിപാടി? ക്ഷേത്രദർശനം കഴിഞ്ഞു, ഇനി അടുത്ത പരിപാടി എന്താ? ഫുഡ് അടിക്കുക. സദ്യയാണ് മെയിന്. സദ്യ കഴിഞ്ഞ പിന്നെ എന്തെങ്കിലും ക്ലബ്ബ് പരിപാടികളൊക്കെ ഉണ്ടോ? എവിടെയൊക്കെ ഉണ്ടാവും. അതിന് പോകണല്ലേ. എവിടുന്നായിരുന്നു? കോഴിക്കോട് ടൗണിലാണ്. അപ്പൊ എന്തായാലും ഇവിടെ തളി ക്ഷേത്രത്തിൽ നമ്മളിപ്പോ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വലിയ ഹാപ്പിയാണ്. അവരങ്ങനെ ഓണക്കോടിയൊക്കെ ഉടുത്ത് രാവിലെ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞതാ ക്ഷേത്രങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും നല്ല തിരക്ക് കാണാൻ കഴിയുന്നുണ്ട്. തളി ക്ഷേത്രത്തിൽ നിന്ന്, കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ നിന്നാണ് ടി അനീസലി വിവരങ്ങൾ നൽകിയത്. അവിടെ ഒരുപാട് പേരെത്തിയിട്ടുണ്ട്. അവിടെ ക്ഷേത്രത്തോട് ചേർന്നൊരു വലിയൊരു കുളവും അവിടെ കുറച്ച് പേർക്ക് ഇരിക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റിയൊരു നല്ലൊരു സ്ഥലമുണ്ട്. അവിടെ വൈകുന്നേരം സായാഹ്നങ്ങളിലൊക്കെ ചെന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്.